ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വരണം. ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരണം. ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് ചില നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ കയ്യിൽ നിലനിൽക്കത്തുള്ളൂ. ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ ദൈവം പോകേണ്ട വഴി, എടുക്കേണ്ട തീരുമാനം, ചെയ്യേണ്ടത് ദൈവം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരും. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, നമ്മളുടെ ശാലോം ടി വിയിലൂടെ സംപ്രേഷണം ചെയ്യുന്ന വിമല പാതയിൽ എന്ന ഈ ഒരു ശുശ്രൂഷയുടെ 21-ാമത്തെ ദിവസം പ്രാർത്ഥനയോടും പ്രതീക്ഷയോടും കൂടെ നമ്മൾ ആയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരെയും ഈ ഒരു ശുശ്രൂഷയുടെ ഭാഗമായി കണ്ടുകൊണ്ട്, പ്രാർത്ഥനയുടെ ഭാഗമായി കണ്ടുകൊണ്ടാണ് ഓരോ ദിവസവും ശുശ്രൂഷകൾ നടത്തുന്നതും വചനം പ്രസംഗിക്കുന്നതും ആരാധന നടത്തുന്നതും. ഈ ഓരോ വചനത്തിലും പ്രാർത്ഥനയിലും നിങ്ങളും നിങ്ങളുടെ പ്രിയപ്പെട്ടവരും നിയോഗങ്ങളെല്ലാം ഇവിടെയുണ്ട്. നമ്മളെല്ലാവരും ഒരുമിച്ച് ഈ 21-ാമത്തെ ദിവസം പ്രാർത്ഥനയോടെ നമുക്കൊരു നിമിഷം ആയിരിക്കാം. കർത്താവേ, അങ്ങയുടെ വചനം ശ്രവിക്കുന്ന ഈ പ്രിയപ്പെട്ട കുടുംബത്തെ, പ്രിയപ്പെട്ടവരെ അങ്ങ് കാരുണ്യപൂർവ്വം കടാക്ഷിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. ഇവരോരോരുത്തരും സമർപ്പിക്കുന്ന നിയോഗങ്ങൾക്ക് ദൈവമേ തക്കതായ ഉത്തരം നൽകി, മറുപടി നൽകി എല്ലാവരെയും അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. എല്ലാവരും പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ വചനം എത്തുമ്പോൾ, ഈ ഒരു ശുശ്രൂഷ നിങ്ങളുടെ കുടുംബങ്ങളിൽ എത്തുമ്പോൾ ദൈവത്തിൻ്റെ അത്ഭുതങ്ങളും അടയാളങ്ങളും ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്യാനിടവരട്ടെ. പരിശുദ്ധ അമ്മയുടെ വലിയൊരു മാധ്യസ്ഥം, കാനായിലെ കല്യാണ വീട്ടിൽ അവർ അനുഭവിച്ചതുപോലെയുള്ള ഒരു മാധ്യസ്ഥ അനുഭവം നിങ്ങളുടെ വ്യക്തി ജീവിതത്തിലും കുടുംബത്തിലും സമൃദ്ധമായിട്ടുണ്ടാകട്ടെ. അമ്മയുടെ മാധ്യസ്ഥം നിങ്ങളുടെ കുടുംബത്തിൽ വലിയ വിടുതലുകളെ കൊണ്ടുവരട്ടെ. അമ്മയുടെ മാധ്യസ്ഥം നിങ്ങളുടെ വ്യക്തി ജീവിതങ്ങളിൽ അത്ഭുതങ്ങളെ സംഭവിക്കാൻ കാരണമാകട്ടെ. അമ്മയുടെ മാധ്യസ്ഥം നിങ്ങളുടെ കുടുംബങ്ങളിൽ കുറേ കൂടി സമാധാനവും സ്വസ്ഥതയും സന്തോഷവും അനുഗ്രഹവും കൊണ്ടുവരട്ടെ. നമുക്കൊരുമിച്ച് പ്രാർത്ഥനയിലായിരിക്കാം. ഈ വചനം നിങ്ങൾക്കുള്ളതാണ്. ഞാൻ വിശ്വസിക്കുന്നു ഈ പ്രസംഗിക്കുന്ന ഈ ഓരോ വചനങ്ങളും നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബത്തിനും വലിയൊരു നന്മയ്ക്ക് കാരണമാകും, ഒരനുഗ്രഹത്തിന് കാരണമാകും, ഒരു സൗഖ്യത്തിന് കാരണമാകും, ഒരു വലിയ വിടുതലിന് കാരണമാകും. കാരണം അത്രമേൽ പ്രാധാന്യമുള്ള വചനങ്ങളാണ് ഗൗരവ ബുദ്ധിയോടെ നിങ്ങളുടെ ശ്രദ്ധയിൽ എത്തിക്കുന്നത്. ഈ 21-ാമത്തെ ദിവസം നിങ്ങളുടെ എല്ലാ പ്രാർത്ഥനാ നിയോഗങ്ങളും ആവശ്യങ്ങളെല്ലാം ചേർത്ത് വച്ചുകൊണ്ട് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആരംഭിക്കുകയാണ്. ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. അങ്ങനെയാണ് പൗലോസ്ലീഹ ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനത്തിൻ്റെ 2-ാം അധ്യായം 16-ാമത്തെ വാക്യം അങ്ങനെയാണ്. നിങ്ങളുടെ കൈവശം ദൈവവചനം ഉണ്ടെങ്കിൽ ആ വാക്യം, ആ ഭാഗം എടുത്ത് മടിയിൽ തുറന്നു വയ്ക്കുക, ആ വചനം വായിക്കുക. അവിടെ എഴുതിയിട്ടുണ്ട്, പൗലോസ്ലീഹ ഫിലിപ്പി ലേഖനത്തിൽ എഴുതിയിരിക്കുന്ന വാക്യം ഇങ്ങനെയാണ്: നിങ്ങൾ ജീവൻ്റെ വചനത്തെ, നിങ്ങൾ വചനത്തെ മുറുകെ പിടിക്കാൻ മാത്രമല്ല, ജീവൻ്റെ വചനത്തെ. അപ്പോൾ ജീവൻ തരുന്നതാണ് ദൈവത്തിൻ്റെ വചനം. നിങ്ങളുടെ കുടുംബങ്ങളിൽ ജീവൻ്റെ അനുഭവം ഉണ്ടാകുന്നതാണ് ഈ ദൈവത്തിൻ്റെ വചനം. അതുകൊണ്ട് പൗലോസ്ലീഹ പറയുന്നു, ജീവൻ്റെ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കണം. നഷ്ടപ്പെടാത്ത വിധത്തിൽ ചെയ്യുന്നൊരു പ്രവർത്തിക്കുക, മുറുകെ പിടിക്കാൻ പറയുക. നിങ്ങൾ മുറുകെ പിടിക്കാൻ പറയും. അത് നമ്മുടെ കയ്യിൽ നിന്ന് പോകാൻ പാടില്ല, നഷ്ടപ്പെടാൻ പാടില്ല. അങ്ങനെയുള്ളതാണ് മുറുകെ പിടിക്കുന്നത്. ശ്രദ്ധയോടെ കൈകാര്യം ചെയ്യാനുള്ള ഒരു കാര്യമാണ് പൗലോസ്ലീഹ പറയുന്നത്. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. നിങ്ങളുടെ കുടുംബങ്ങളിൽ ഈ കാലഘട്ടത്തിൽ നിങ്ങളും നിങ്ങളുടെ കുടുംബവും മുറുകെ പിടിക്കേണ്ടത് എന്തിനെയെന്ന് പൗലോസ്ലീഹ ഓർമ്മിപ്പിക്കുന്നു. ജീവൻ്റെ വചനത്തെ. നമ്മൾ ഈ 33 ദിവസം പ്രാർത്ഥിച്ച് വിമല ഹൃദയ പ്രതിഷ്ഠയ്ക്ക്, ഈ ശുശ്രൂഷയ്ക്ക് ഒരുങ്ങുന്നത് ജീവൻ്റെ വചനത്തെ
മുറുകെ പിടിച്ചുകൊണ്ടാകട്ടെ. ജീവൻ്റെ വചനം വ്യക്തി ജീവിതത്തിൽ മുറുകെ പിടിക്കുന്ന ഒരാളാകട്ടെ നിങ്ങൾ. നിങ്ങളുടെ കുടുംബം ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവരാകട്ടെ. എന്തെങ്കിലും ഗുണമുണ്ടോ ഇതുകൊണ്ട്? ദൈവവചനം പറയുന്നു, അപ്പോൾ നിങ്ങൾ ഓടിയതും നിങ്ങൾ അധ്വാനിച്ചതും വെറുതെ ആയില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റും. നിങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ലെന്ന്, വ്യർത്ഥമായി പോയില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാൻ പറ്റും. അവിടെ ഒരു വാക്കുണ്ട്, ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം. അപ്പോൾ തിരിച്ചൊരു ചോദ്യമാണ്, എപ്പോൾ? ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ. ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരു തലമുറ ഈ കാലഘട്ടത്തിൽ എഴുന്നേറ്റ് വരണം. ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന കുടുംബങ്ങൾ ഈ കാലഘട്ടത്തിൽ ഉയർന്നു വരണം. ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ ഒരു പ്രത്യേകതയുണ്ട്, ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ അഭിമാനിക്കാൻ പറ്റും. ഇപ്പോൾ നമ്മൾ പറയാറില്ല, ഞാൻ ഓടിയത് വെറുതെയായി, ഞാൻ അധ്വാനിച്ചതൊക്കെ വെറുതെയായി, ഞാൻ കഷ്ടപ്പെട്ടത് വെറുതെയായി, ഞാൻ ഈ അധ്വാനിച്ചതെല്ലാം നഷ്ടപ്പെട്ടു പോയി, എനിക്ക് നഷ്ടത്തിൻ്റെ കഥ മാത്രമേ പറയാനുള്ളൂ. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് അധ്വാനിക്കാൻ ദൈവവചനം നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു. ഗൗരവത്തോടെ ഇതെടുക്ക്. പരിശുദ്ധ അമ്മയുടെ അടുത്ത്, മറിയത്തിൻ്റെ അടുത്ത് സ്വർഗം പറഞ്ഞു, മറിയമേ നീ ഭയപ്പെടേണ്ട, ദൈവകൃപ നിന്നോടുകൂടെ. ഇതൊക്കെ പറഞ്ഞപ്പോൾ മറിയം ആ വാക്കിനെ, ആ വചനത്തെ എടുത്തത് എങ്ങനെയാ? ഇതാ കർത്താവിൻ്റെ ദാസി എന്നും പറഞ്ഞ് ആ ദൈവത്തിൽ നിന്ന് കേട്ട വചനത്തെ മുറുകെ പിടിച്ചു. മുറുകെ പിടിച്ചതാണ് അനുഗ്രഹത്തിന് കാരണമായത്, ക്രിസ്തു ജനിക്കാൻ കാരണമായത്. പ്രിയപ്പെട്ടവരെ, ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ അതോടിയതും അധ്വാനിച്ചതും എന്നും വെറുതെ ആവില്ല എന്ന് നിങ്ങൾക്ക് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ അഭിമാനിക്കാൻ പറ്റും. നമുക്ക് 21-ാമത്തെ ദിവസം നിങ്ങളുടെ ഹൃദയ പുസ്തകത്തിൽ, ഹൃദയമാകുന്ന ആ പുസ്തകത്താളിൽ എഴുതി വയ്ക്കുക, ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്ന ഒരാളാകണം. ഞാനത് വചനത്തിലൂടെ അത് പ്രൂവ് ചെയ്യാൻ പോവുകയാണ്. നമ്മൾ എന്ത് കാര്യവും അത് തെളിയിക്കണമല്ലോ. ഒരു കാര്യം, ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയുമ്പം അതിലെത്രമാത്രം ശരിയുണ്ട്, എത്രമാത്രം അത് കറക്റ്റാണെന്ന് നിങ്ങളുടെ മുമ്പിൽ തെളിയിക്കേണ്ടത് എൻ്റെ കടമയാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ ഇതിന് തെളിയിക്കാൻ പറ്റിയ ഒരു വചനഭാഗമുണ്ട്. 3-ാം അധ്യായം, നിങ്ങളുടെ കൈകളിലിരിക്കുന്ന ബൈബിൾ പഴയ നിയമഭാഗത്തേക്ക് ചെന്ന് ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം എടുക്കുക. അതിൻ്റെ ഹെഡിങ് എഴുതിയിരിക്കുന്നത് ജോർദാൻ കടക്കുന്നു എന്നാണ്. ജോർദാൻ കടക്കുന്ന ഒരു ഭാഗമാണ്. ജോഷുവയുടെ ഒരു ഉപദേശമാണ് ഈ വാക്യത്തിൽ എഴുതിയിരിക്കുന്നത്. ഇത് പറയുന്നത് ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്നതിലൂടെ കിട്ടുന്ന അനുഗ്രഹത്തെക്കുറിച്ചാണ്, ഒരു വലിയ വിടുതലിനെ കുറിച്ചാണ്, അതിലൂടെ ലഭിക്കുന്ന ദൈവം തുറക്കുന്ന വഴികളെക്കുറിച്ചാണ്. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം എഴുതിയിരിക്കുന്നത്, ജോഷുവ ആദിരാവിലെ വളരെ നേരത്തെ എഴുന്നേറ്റ് സകല ഇസ്രായേലരോടും കൂടെ ഷിത്തിമിൽ നിന്ന് പുറപ്പെട്ട് ജോർദാൻ നദിക്കരയിൽ എത്തി. ഇസ്രായേൽക്കാർ ജോഷുവയുടെ നേതൃത്വത്തിൽ യാത്ര ചെയ്ത് ജോർദാൻ്റെ സമീപത്ത് നദിക്കരയിൽ എത്തി. അവിടെ ഒരു പ്രത്യേകതയുണ്ട്. അവിടെ ചെന്നപ്പോഴാണ് അറിയുന്നത് ജോർദാൻ കടന്നു പോകാൻ ബുദ്ധിമുട്ടാണ്, മുന്നോട്ട് പോകാൻ വഴികളില്ല, മുന്നോട്ട് പോകാൻ സാഹചര്യങ്ങളില്ല, മുന്നോട്ടുള്ള വഴി അടഞ്ഞാണ് നിൽക്കുന്നത്. മുമ്പിൽ വലിയൊരു പ്രതിസന്ധിയാണ്, മുമ്പിൽ വലിയൊരു അസ്വസ്ഥതയാണ്. അങ്ങനെ ജോഷുവയുടെ നേതൃത്വത്തിൽ ജോർദാൻ്റെ സമീപത്ത് എത്തി നിൽക്കുമ്പോൾ 2-ാമത്തെ വാക്യം, മറുകര കടക്കാൻ സൗകര്യം പാർത്ത് അവിടെ കൂടാരമടിച്ചു. 3-ാമത്തെ വാക്യം, 3 ദിവസം കഴിഞ്ഞ് പ്രമാണികൾ പാളയത്തിലൂടെ നടന്ന് ജനത്തോട് കൽപ്പിച്ചു. ഈ വാക്യം വായിക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്, ഇസ്രായേൽക്കാർക്ക് ജോർദാൻ കടന്നു പോകാൻ മുന്നിൽ ഒരു വഴിയും ഇല്ലാത്ത ഒരു സാഹചര്യം, മുമ്പോട്ട് പോകാൻ
ഒരു 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 പ്രതീക്ഷയില്ലാത്തൊരു സാഹചര്യം ഉണ്ടായി. എല്ലാ വഴികളും അടഞ്ഞു. എന്നെ ദൈവവചനത്തിലൂടെ ശ്രദ്ധയോടെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരും ശ്രദ്ധിച്ചേ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ പ്രതീക്ഷയോടെ തുടങ്ങിയ ചില യാത്രകൾ, പ്രതീക്ഷയോടെ ആരംഭിച്ച ചില കാര്യങ്ങൾ പ്രതീക്ഷിക്കാത്തൊരു സ്ഥലത്ത് വച്ച് ഒന്നും ചെയ്യാൻ മേലാത്ത അവസ്ഥയിൽ അടഞ്ഞു നിൽക്കുന്ന ഒരു സാഹചര്യം. മുന്നോട്ട് പോകാൻ കൺമുമ്പിൽ അവരുടെ ബുദ്ധിയിൽ ഒന്നും ഒരു വഴിയില്ല. എല്ലാ വഴികളും അടഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷം അവിടെ ഉണ്ടായി. ആ സമയത്ത് വഴി തുറക്കാൻ എന്താ ചെയ്തതെന്ന് ദൈവവചനം പഠിപ്പിക്കുകയാണ്. വഴി അടഞ്ഞു നിൽക്കുന്നു, മുന്നോട്ട് പോകാനുള്ള സാഹചര്യങ്ങൾ അനുകൂലമല്ല, പ്രതികൂലമാണ്. ഒരുപക്ഷെ എന്നെ കേൾക്കുന്ന, ദൈവവചനം ശ്രദ്ധിക്കുന്ന, നിയോഗത്തോടെ കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിൻ്റെ പിറകിലും ചില വഴികൾ അടഞ്ഞു നിൽക്കുന്നുണ്ടാകാം. നിങ്ങളുടെ പ്രതീക്ഷയ്ക്ക് വിപരീതമായ സംഭവങ്ങൾ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടാകാം. നിങ്ങൾ എങ്ങനെയെന്ന് ചിന്തിച്ച് വളരെയേറെ അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരു അന്തരീക്ഷത്തിലാകാം. നിങ്ങളുടെ മനസ്സും ശരീരവും ബുദ്ധിയും അസ്വസ്ഥമാകാം. നിങ്ങളുടെ ഉറക്കം കെടുത്തുന്ന പ്രതിസന്ധികളായിരിക്കും നിങ്ങൾ കടന്നു പോകുന്നത്. അങ്ങനെ ഇരിക്കുമ്പോൾ വിശുദ്ധ ഗ്രന്ഥം പറയുന്നൊരു വാക്കുണ്ട്. അതാണ് 3-ാമത്തെ വാക്യത്തിൻ്റെ അവസാനം, നിങ്ങളുടെ ദൈവമായ കർത്താവിൻ്റെ വാഗ്ദാന പേടകം സംവഹിക്കുന്നത് കാണുമ്പോൾ. അവിടെ എഴുതിയിരിക്കുകയാണ്, ഫിലിപ്പി ലേഖനത്തിൽ പറഞ്ഞതുപോലെ തന്നെ കണക്റ്റ് ചെയ്യാൻ പറ്റുന്നൊരു വാക്ക് എഴുതിയിരിക്കുന്നു, വാഗ്ദാന പേടകം സംവഹിക്കുന്നത് കാണുമ്പോൾ. എന്താണ് നമ്മുടെ കയ്യിലിരിക്കുന്ന വാഗ്ദാന പേടകം? പഴയ നിയമത്തിൽ ഈ വാഗ്ദാന പേടകം ദൈവ സാന്നിധ്യത്തിൻ്റെ അടയാളമാണെങ്കിൽ, നമ്മളുടെ എൻ്റെയും നിങ്ങളുടെയും കൈകളിൽ ഇരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് നമ്മുടെ കയ്യിൽ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വാഗ്ദാന പേടകം. അത് വാഗ്ദാനങ്ങൾ, ഒരുപാട് ദൈവ വാഗ്ദാനങ്ങൾ നിറഞ്ഞ അധ്യായങ്ങളാണ്, വചനങ്ങളാണ്. ഒരു പ്രതിസന്ധി ഉണ്ടായപ്പോൾ ജനങ്ങൾ എന്താ എടുത്തു നോക്കൂ, ദൈവത്തിൻ്റെ വാഗ്ദാന പേടകം. നിങ്ങളുടെ ജീവിതത്തിൽ, വ്യക്തിപരമായ കാര്യങ്ങളിൽ, കുടുംബത്തിൽ വഴികൾ അടഞ്ഞു പോകുന്ന, മുന്നോട്ട് പോകാൻ ഒരു വഴിയും കാണാതിരിക്കുമ്പോൾ നിങ്ങൾ എടുക്കേണ്ടതാണ് ദൈവത്തിൻ്റെ വചനമാകുന്ന വാഗ്ദാന പേടകം. അത് കേവലം ഒരു പുസ്തകമായി അലമാരിയിലോ പ്രാർത്ഥനാമുറിയിലോ മാത്രം ഇരിക്കേണ്ട ഒന്നല്ല. അത് വിശ്വാസത്തിൽ എടുക്കേണ്ടതും മുറുകെ പിടിക്കേണ്ടതുമാണ്. വാഗ്ദാന പേടകം, പരിശുദ്ധ അമ്മ ശ്രവിച്ച വചനത്തെ അവൾ സ്വീകരിച്ചു, വിശ്വാസത്തിൽ അതിനെ മുറുകെ പിടിച്ചു. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് അതൊരു വലിയ നന്മയ്ക്കും രക്ഷയ്ക്കും കാരണമായില്ലേ? രക്ഷകൻ ഈ ഭൂമിയിൽ ജനിക്കാൻ കാരണമായില്ലേ? ഇതുപോലെ നിങ്ങളിപ്പോൾ കേൾക്കുന്ന ഈ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങളിലും ചില വഴികൾ ഉണ്ടാകും. നിങ്ങളുടെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ സംഭവിക്കും, പുതിയ നന്മകൾ ഉണ്ടാകും. ജീവൻ്റെ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുവിൻ. ഈ കാലഘട്ടം നമ്മൾ ചിന്തിക്കുമ്പോൾ നമുക്കറിയാം, ഇന്ന് ആർക്കും താല്പര്യമില്ലാത്തൊരു കാര്യമാണ് ജീവൻ്റെ വചനവും. അത് മുറുകെ പിടിക്കുന്ന കാര്യം കേൾക്കുന്നു, അത് മറക്കുന്നു, വീണ്ടും കേൾക്കുന്നു, അഭിപ്രായം പറയുന്നു, നമ്മൾ കടന്നു പോകുന്നു. പ്രിയപ്പെട്ടവരെ, ഈ വചനത്തെ മുറുകെ പിടിക്കുന്നവരുടെ ജീവിതത്തിൽ നന്മയുണ്ട്. നമ്മൾ മുറുകെ പിടിക്കുമ്പോഴല്ല ചിലതൊക്കെ നമ്മുടെ കയ്യിൽ നിൽക്കുന്നത്. നമ്മൾ ചിന്തിക്കും, ഞാൻ മുറുകെ പിടിച്ചോണ്ടാണ് ഇതൊക്കെ നിൽക്കുന്നതെന്ന്. അല്ല, എത്രയോ മിടുക്കരും കഴിവുള്ളവരും ചില കാര്യങ്ങളൊക്കെ കയ്യിൽ നിന്ന് പോകാതിരിക്കാൻ വട്ടം മുറുകെ പിടിച്ച്, എന്നിട്ട് പോലും അവരുടെ കയ്യിൽ നിന്ന് അത് തെന്നി നഷ്ടപ്പെട്ടു പോയി. ചില ആളുകൾ പറഞ്ഞില്ലേ, ഞാൻ മുറുകെ പിടിച്ചോണ്ടാ. അല്ല, ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് ചില നന്മകളും അനുഗ്രഹങ്ങളും നമ്മുടെ കയ്യിൽ നിലനിൽക്കത്തുള്ളൂ. അത് ബൈബിളിലെ വചനത്തിൽ നിന്നും മനസ്സിലാകുന്ന ആത്മീയമായ യാഥാർത്ഥ്യമാണ്. പ്രതിസന്ധി ഉണ്ടായപ്പോൾ എന്താ എടുക്കാൻ പറഞ്ഞു? വാഗ്ദാന പേടകം എടുക്കാൻ പറഞ്ഞു. 4-ാമത്തെ വാക്യം ഒന്ന് ശ്രദ്ധിക്കാമോ നിങ്ങളുടെ ബൈബിളിൽ? ഇതിലെഴുതിയിരിക്കുന്ന ഇങ്ങനെയാണ്, ഈ വഴിയിലൂടെ ഇതിനു മുമ്പ് നിങ്ങൾ പോയിട്ടില്ലാത്തതിനാൽ പോകേണ്ട വഴി അവർ കാണിച്ചു തരും. ആ വാക്യം ഒന്ന് ശ്രദ്ധിക്കണം. ആരാണ് അവർ? പോകേണ്ട വഴി അവർ. ആര്? വാഗ്ദാന പേടകം എടുത്ത പുരോഹിതർ കാണിച്ചു തരും. ഏതേലും വ്യക്തികൾ കാണിച്ചു തരുമെന്നല്ല പറഞ്ഞിരിക്കുന്നത്, അവർ കാണിച്ചു തരും. ഏത്? പോകേണ്ട വഴി. ഈ കാലഘട്ടത്തിലും എന്നെ കേൾക്കുന്ന അനേകർക്ക് അറിയില്ലാത്തൊരു കാര്യമാണ്, പോകേണ്ട വഴി ഏതാണ്, ഇനി എങ്ങോട്ട് പോകണം, ഏത് വഴി തിരഞ്ഞെടുക്കണം, എന്തു ചെയ്യണം,
പോകേണ്ട വഴി ആരു കാണിച്ചു തരും? പോകേണ്ട വഴി വാഗ്ദാന പേടകം എടുത്ത പുരോഹിതർ കാണിച്ചു തരും. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ കുടുംബത്തിൻ്റെ ഒരു അന്തരീക്ഷത്തിലിരുന്ന്, ഒരു പ്രാർത്ഥനയുടെ അന്തരീക്ഷത്തിലിരുന്ന് ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ തന്നെ പോകേണ്ട വഴി ഏത്? ഇനി എന്തു ചെയ്യണം? അത് ചെയ്യണോ, ഇത് ചെയ്യണോ, അത് തുടങ്ങണോ? പോകേണ്ട നഷ്ടമാകുമോ? ഇത് കുഴപ്പത്തിലാകുമോ? ഇത് പരാജയപ്പെട്ടു പോകുമോ? ഇത് തകർച്ചയാകുമോ? വീണ്ടും കുഴിയിൽ ചെന്ന് ചാടുമോ? ഒത്തിരി ആകുലതയുണ്ടാകും. ചുമ്മാ ബുദ്ധിയിൽ തോന്നുന്ന ഒരു തീരുമാനമെടുക്കാതെ, ചാടി ഒരു നിലപാടെടുത്ത് പോയി എവിടെയെങ്കിലും കുടുങ്ങിപ്പോകാതെ വാഗ്ദാന പേടകം എടുത്ത്, ദൈവത്തിൻ്റെ വചനമെടുത്ത് പ്രാർത്ഥിക്ക്. ആ വചനം നിനക്ക് പോകേണ്ട വഴി കാണിച്ചു തരും. എടുക്കേണ്ട തീരുമാനം നിൻ്റെ മനസ്സിൽ വരും. എടുക്കേണ്ട നിലപാട് നിനക്ക് ദൈവം കാണിച്ചു തരും. പോകേണ്ട വഴി ആരെയും കാണിച്ചു തരുന്ന പോകേണ്ട വഴിയിലൂടെ പോയാൽ അതിൽ മിക്കവാറും അപകടങ്ങളുണ്ടാകും, ചതിയുണ്ടാകും, നഷ്ടങ്ങളുണ്ടാകും. ആരൊക്കെയോ കാണിച്ചു തന്ന വഴിയിലൂടെയൊക്കെ നല്ലതാണെന്നൊക്കെ വിചാരിച്ച് പലരും തുടങ്ങിയ യാത്രകൾ എവിടെയും എത്തിയിട്ടില്ല. പലരും കരഞ്ഞുകൊണ്ടിരിക്കുന്നു, പലരും വിലപിച്ചുകൊണ്ടിരിക്കുന്നു. അതിലെ പോകണ്ടായിരുന്നു, ആ തീരുമാനം എടുക്കണ്ടായിരുന്നു, അത് വേണ്ടായിരുന്നു, അന്ന് അതങ്ങനെ ചിന്തിച്ചതാ, പക്ഷെ ഞാൻ എടുത്തു ചാടി. പോകേണ്ട വഴി കാണിച്ചു തരുന്ന വഴികളെല്ലാം ശരിയാകണമെന്നില്ല. പക്ഷെ വാഗ്ദാന പേടകം എടുത്ത് മുമ്പേ പോകുന്ന പുരോഹിതന്മാർ കാണിച്ചു തരുന്ന വഴിയെ പോകാൻ പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ വചനം നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ മുറുകെ പിടിക്കുമ്പോൾ ദൈവം പോകേണ്ട വഴി, എടുക്കേണ്ട തീരുമാനം, ചെയ്യേണ്ടത് ദൈവം, പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ദൈവം കാണിച്ചു തരും. ദൈവം കാണിച്ചു തരും. മനുഷ്യൻ കാണിച്ചു തരുന്ന വഴിയിൽ അപകടങ്ങളും ചതിയും വഞ്ചനയും കുരുട്ടുബുദ്ധി എല്ലാം ഇരിപ്പുണ്ട്. മനുഷ്യൻ കാണിച്ചു തരുന്ന വഴിയിൽ നമ്മൾ പെട്ടെന്ന് അതൊക്കെ വിശ്വസിക്കുന്നത്. ദൈവം കാണിച്ചു തരുന്ന വഴിയിൽ വഞ്ചനയോ ചതിയോ കള്ളത്തരങ്ങളോ ഒന്നുമില്ല. അതൊരു കുഴിയിലേക്ക് ഒരാളെ കൊണ്ടുപോകുന്ന വഴിയല്ല ദൈവം കാണിച്ചു തരുന്നത്. ഒരാളെ രക്ഷിക്കാനുള്ള വഴിയാണ് ദൈവം ഒരാളുടെ മുമ്പിൽ കാണിച്ചു തരിക. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ട് ജോഷുവ പറഞ്ഞു, വാഗ്ദാന പേടകമെടുത്ത പുരോഹിതന്മാർ വഴി കാണിച്ചു തരും. 5-ാമത്തെ വാക്യം, ജോഷുവ ജനത്തോട് പറഞ്ഞു, നിങ്ങളെ തന്നെ ശുദ്ധീകരിക്ക്. ഈ 33 ദിവസത്തെ പ്രാർത്ഥനയിൽ ഒരു നിയോഗം അതാണ്. നിങ്ങളുടെ കാര്യങ്ങളിൽ ദൈവം ഇടപെടാൻ നല്ലൊരു കുമ്പസാരം നടത്തണം, നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കണം എന്നൊരു നിയോഗം ഉണ്ടായിരുന്നു. അത്ഭുതങ്ങളിലേക്കുള്ള യാത്രയിൽ ഒരു ഭാഗമാണ് നമ്മളെ തന്നെ ശുദ്ധീകരിക്കുക, എന്നിട്ട് ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക. എന്നിട്ട് അടുത്ത വാക്യം എഴുതുമ്പോൾ എഴുതിയിരിക്കുന്ന ഭാഗമാണ് 3-ാം അധ്യായത്തിൻ്റെ 12 മുതലുള്ള വാക്യങ്ങൾ. 13-ാമത്തെ വാക്യം ഞാൻ വായിക്കുകയാണ്. 12 മുതൽ അത് വ്യക്തമാക്കുന്നുണ്ട്. ഞാൻ ഈ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ്ലീഹ പറഞ്ഞു, നിങ്ങൾ ജീവൻ്റെ വചനത്തെ ചുമ്മാതെ കൈകാര്യം ചെയ്താൽ പോരാ, അത് നഷ്ടപ്പെടാത്ത വിധത്തിൽ മുറുകെ പിടിക്കുവിൻ. അപ്പോൾ നിങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായില്ലെന്ന്, വെറുതെ ആയില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. എപ്പോൾ? ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ. ചിലർ പറയില്ല, ഞാൻ ഇത് പഠിക്കണ്ടായിരുന്നു, ഞാൻ ഈ കോഴ്സ് എടുക്കണ്ടായിരുന്നു, ഈ സ്ഥലം മേടിക്കണ്ടായിരുന്നു, ഈ തീരുമാനം എടുക്കണ്ടായിരുന്നു. ജീവൻ്റെ വചനത്തെ മുറുകെ പിടിച്ചെടുക്കുന്ന തീരുമാനങ്ങളിൽ ഒരിക്കലും കുറ്റബോധമോ നഷ്ടബോധമോ ഉണ്ടാകത്തില്ല. അത് എനിക്ക് അഭിമാനിക്കാൻ പറ്റുന്ന നിലയിലേ അത് എത്തത്തുള്ളൂ. ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം. അടുത്ത വാക്യം 13-ാമത്തെ വാക്യം ഇങ്ങനെയാണ്, ഭൂമി മുഴുവൻ്റെയും നാഥനായ കർത്താവിൻ്റെ പേടകം വഹിക്കുന്ന പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ, കാല് ജോർദാനിലെ ജലത്തെ സ്പർശിക്കുമ്പോൾ വെള്ളത്തിൻ്റെ ഒഴുക്ക് നിലയ്ക്കും, മുകളിൽ നിന്ന് വരുന്ന വെള്ളം ചിറ പോലെ കെട്ടി നിൽക്കുകയും ചെയ്യും. നിങ്ങളെവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ ഒരാളുടെ കാല് വെള്ളത്തിൽ തൊടുമ്പോൾ ഒഴുക്ക് നിലയ്ക്കുന്നത്? ഞാൻ കണ്ടിട്ടില്ല, ഇതുവരെയായിട്ടും കണ്ടിട്ടില്ല. പക്ഷെ ഒരു അത്ഭുതം ബൈബിളിൽ പറയുന്നു, ആരുടെയെങ്കിലും കാല് വെള്ളത്തിൽ സ്പർശിക്കുമ്പോൾ അല്ല, വാഗ്ദാന പേടകം എടുത്ത പുരോഹിതന്മാരുടെ ഉള്ളങ്കാൽ എന്നാണ്. ഈ സമയത്ത് ഒരു തോടായിട്ടോ ഒരു പുഴയായിട്ടോ ഒന്നും ജോർദാനെ കാണരുത്. തൊട്ട് താഴോട്ട് എഴുതിയിട്ടുണ്ട്, ജോർദാൻ കര കവിഞ്ഞ് കുത്തി ഒഴുകുന്ന സമയത്താണെന്ന് ഓർക്കണം. ഇവിടെ ആയിരക്കണക്കിന് ഇസ്രായേൽക്കാർ പോകാനൊരു വഴിയില്ലാതെ നട്ടം തിരിഞ്ഞ് നിൽക്കുമ്പോൾ ഒരു കാര്യം ദൈവം ഒരു വഴി തുറക്കാൻ ഒരു വഴി പറഞ്ഞു കൊടുക്കുവാണ്. വാഗ്ദാന പേടകം എടുത്ത പുരോഹിതന്മാർ മുന്നിൽ നിൽക്കണം. എന്നിട്ട്
ആ ഒഴുകുന്ന വെള്ളത്തിൽ അവരുടെ കാല് തൊടുമ്പോൾ അത്ഭുതം നടക്കുമെന്ന്. പ്രിയപ്പെട്ടവരെ, ഇത് പുരോഹിതന്മാരുടെ ജീവിതത്തിൽ മാത്രമല്ല. നിങ്ങളൊരു കുടുംബനാഥനായിരിക്കാം, ഒരമ്മയായിരിക്കാം, ഒരു യുവാവായിരിക്കാം, യുവതിയായിരിക്കാം, അല്ലെങ്കിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരാളായിരിക്കാം. നിങ്ങൾ ആരുമാകട്ടെ, ഏത് ജീവിതാന്തസ്സിലുള്ളത് ആളായിക്കൊള്ളട്ടെ, നിങ്ങളുടെ മുമ്പിൽ വഴികൾ അടഞ്ഞു പോകുമ്പോൾ 4 വശത്തേക്കും ഓടുകയല്ല വേണ്ടത്. നിങ്ങൾ അതിനെ നോക്കി പിറുപിറുക്കുകയല്ല വേണ്ടത്. ജീവിതത്തിൻ്റെ എല്ലാ വഴികളും അടഞ്ഞു പോകുമ്പോൾ നിരാശപ്പെട്ട് മരണത്തെക്കുറിച്ചല്ല നിങ്ങൾ ചിന്തിക്കേണ്ടത്. സ്വയം ശപിക്കുകയല്ല വേണ്ടത്. അവിടെ വഴി ഉണ്ടാകാൻ ദൈവം ഒരു വഴി പറഞ്ഞിട്ടുണ്ട്. വാഗ്ദാന പേടകം എടുക്കുക. എന്നിട്ട് നമ്മളറിയില്ലേ, നമ്മുടെ നാട്ടിലൊക്കെ പുഴയോ ഒക്കെ നന്നായിട്ട് കുത്തി ഒഴുകുമ്പോൾ നമ്മളോട് നമ്മുടെ പ്രിയപ്പെട്ടവർ പറയും, ആരും പുഴയിലൊന്നും പോകരുത്, നല്ല ഒഴുക്കുള്ള സമയമാണ്, ആ ഒഴുക്കിൽ പെട്ടുപോകും, അപകടം ഉണ്ടാവും. ശരിക്കും ഈ ജോർദാൻ നദി കരകവിഞ്ഞൊഴുകുമ്പോൾ ദൈവം പറയാണ്, വാഗ്ദാന പേടകം എടുത്ത പുരോഹിതന്മാർ മുന്നേ പോകണം, അവിടെ ചെല്ലണം, അവിടെ ചെന്ന് നിങ്ങളൊരു കാര്യം ചെയ്യണം. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൽ പ്രതിസന്ധികളുണ്ടോ? നിങ്ങളുടെ ജീവിതത്തിൽ വഴികൾ അടഞ്ഞു നിൽക്കുകയാണോ? എല്ലാ വഴികളും അടഞ്ഞുവെന്നാണോ നിങ്ങളുടെ ബുദ്ധി മനസ്സൊക്കെ നിങ്ങളോട് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? സാരമില്ല, നിങ്ങൾ വാഗ്ദാന പേടകം എടുക്കണം. എന്താണ് വാഗ്ദാന പേടകം? നിങ്ങളുടെ കൈകളിൽ ഇരിക്കുന്ന ജീവൻ്റെ വചനം, ബൈബിൾ, വേദപുസ്തകം, അതാണ് വാഗ്ദാന പേടകം. നമുക്കത് കൈകളിൽ എടുക്കാം, അത് വിശ്വാസത്തിൽ മുറുകെ പിടിക്കാം. എന്നിട്ട് പ്രതിസന്ധികളെ പേടിച്ച് പുറകോട്ടോടാനല്ല ദൈവം പറഞ്ഞത്. പ്രശ്നങ്ങളെ കണ്ട് ഇസ്രായേൽക്കാരുടെ പുറകോട്ടോട് എന്നല്ല പറഞ്ഞത്, മുന്നോട്ട് പോകാനാണ് പറഞ്ഞത്. ജീവിതത്തിൽ തകർന്നും തളർന്നും പരാജയപ്പെട്ടും വഴികളില്ല എന്ന് ചിന്തിച്ച് നിരാശപ്പെട്ടിരിക്കുന്നവരോട് ഇതാ തുറന്ന ബൈബിളിൻ്റെ മുമ്പിൽ നിന്ന് നിങ്ങളോട് പറയുന്നു, മുന്നോട്ട് പോ, ചുമ്മാ പോകരുത്. നിങ്ങളുടെ ബുദ്ധിയിൽ തോന്നുന്ന ഒരു ആശയം അനുസരിച്ച് പോകരുത്. വാഗ്ദാന പേടകം എടുത്ത് മുന്നോട്ട് പോവുക. എന്നിട്ട് പോയിട്ട് എന്തെങ്കിലും നടന്നോ? 14-ാമത്തെ വാക്യം, തങ്ങൾക്ക് മുമ്പേ വാഗ്ദാന പേടകം കൊണ്ടുപോകുന്ന പുരോഹിതന്മാരോടുകൂടെ ജനം നദി കടക്കുന്നതിന് കൂടാരങ്ങളിൽ നിന്ന് പുറപ്പെട്ടു. വാഗ്ദാന പേടകം വഹിച്ചിരുന്നവർ ജോർദാൻ്റെ നദീതീരത്തെത്തി. പേടകം വഹിച്ചിരുന്ന പുരോഹിതന്മാരുടെ പാദങ്ങൾ ജലത്തെ സ്പർശിച്ചു. കൊയ്ത്തുകാലമായതിനാൽ ജോർദാൻ കരകവിഞ്ഞൊഴുകുക പതിവാണ്. പക്ഷേ കുത്തി ഒഴുകുന്ന വെള്ളമാണ്. സാധാരണ വീട്ടിൽ പോയി വെള്ളം ഒഴുക്ക് കുറയുന്നവരെ അനങ്ങാതിരിക്കുക വേണ്ടത്. പക്ഷെ ദൈവം പറഞ്ഞു, വാഗ്ദാന പേടകം എടുത്ത് മുന്നോട്ട് വരാൻ. കുത്തി ഒഴുകുന്ന വെള്ളമാണ്, കര കവിഞ്ഞൊഴുകുവാണ്. പ്രിയപ്പെട്ടവരെ, ജീവിതത്തിൻ്റെ മുമ്പോട്ട് നോക്കുമ്പോൾ ജീവിതത്തിൽ നിങ്ങൾ തോന്നുന്നില്ലേ ഇതെല്ലാം കുത്തി ഒഴുകി പോകും, എല്ലാം നഷ്ടപ്പെട്ടു പോകുമെന്നൊക്കെ തോന്നുന്നില്ലേ? നിങ്ങൾ ഈ ദൈവത്തിൻ്റെ വചനമാകുന്ന വാഗ്ദാന പേടകം എടുത്ത് മുന്നോട്ട് നീങ്ങ്. നിങ്ങളുടെ ജീവിതം ചെല്ലുമ്പോൾ, നിങ്ങളുടെ കാലുകൾ ആ പ്രതിസന്ധി സ്പർശിക്കുമ്പോൾ കാര്യങ്ങൾക്ക് മാറ്റമുണ്ടാകും. ദൈവത്തിൻ്റെ ഇടപെടൽ അവിടെ ഉണ്ടാകും. ചുമ്മാ ഒഴുക്ക് നിലച്ചതല്ല. വാഗ്ദാന പേടകം എടുത്ത് വിശ്വാസത്തോടെ തൊട്ടപ്പോൾ അവിടെ ഒഴുക്ക് നിലച്ചു, പ്രശ്നങ്ങൾ മാറി, സാഹചര്യം മാറി, അന്തരീക്ഷം മാറി. എഴുതിയിരിക്കുന്ന ബാക്കി ഭാഗം കൂടെ വായിക്കുകയാണ്. 16-ാമത്തെ വാക്യം, വെള്ളത്തിൻ്റെ ഒഴുക്ക് അവിടെ നിലച്ചു. ഇത്രയും നേരം കുത്തി ഒഴുകിക്കൊണ്ടിരുന്ന വെള്ളം പെട്ടെന്ന് അവിടെ നിന്നു. ഒരു വരയിട്ട് ഒരു കെട്ടുകെട്ടി നിർത്തിയതുപോലെ വെള്ളം അവിടെ നിന്നു. പ്രശ്നങ്ങളെ നിർത്താൻ പറ്റും. നമുക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ഏത് കാര്യത്തെയും നിർത്താൻ പറ്റും. വാഗ്ദാന പേടകം എടുക്കണം. ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം. ദൈവവചനത്തെ മുറുകെ പിടിക്കുമ്പോഴാണ് ഈ അത്ഭുതങ്ങളൊക്കെ സംഭവിക്കുന്നത്. അടുത്ത വാക്യം, സാരേദിന് സമീപമുള്ള ആദം പട്ടണത്തിനരികെ അത് ചിറ പോലെ പൊങ്ങി വെള്ളം. അരാബ ഉപ്പുകടലിലേക്ക് ഒഴുകിയ വെള്ളം നിശേഷം വാർന്നുപോയി. 2 കാര്യം നടന്നു കേട്ടോ. വേഗത്തിൽ കാണുന്നു 2 കാര്യം. ഒന്ന്, വെള്ളം അവിടെ നിന്നു. 2, താഴോട്ടുള്ള വെള്ളം അതങ്ങ് വാർന്ന് അങ്ങ് പോയി. 2 കാര്യങ്ങളും ദൈവവചനം മുറുകെ പിടിക്കുമ്പോൾ ജീവിതത്തിൽ സംഭവിക്കും. ഇന്നു വരെ സംഭവിച്ചുകൊണ്ടിരുന്ന ദുരിതങ്ങളും കഷ്ടതയും വിഷമമൊക്കെ അവിടെ കൊണ്ട് നീക്കും. നമ്മുടെ മുമ്പിൽ ഇന്നു വരെ വന്നതൊക്കെ ചിലതൊക്കെ വാർന്നങ്ങ് പോയി. നമുക്ക് മുന്നോട്ട് പോകാനുള്ള വഴി തുറക്കും. എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിച്ചേ. ഇത്രയും നേരം അവിടെ ഒരു വഴിയില്ലായിരുന്നു. എല്ലാ വഴികളും അടഞ്ഞായിരുന്നു അവിടെ ഇരുന്നത്. ആരാ വഴി തുറന്നത്? മനുഷ്യരല്ല തുറന്നത്. വാഗ്ദാന പേടകം എടുത്ത പുരോഹിതനാണ്. വാഗ്ദാന പേടകം എടുക്കുന്നവർ അത്ഭുതങ്ങളെ കൊണ്ടുവരും. നിങ്ങളുടെ ജീവിതത്തിലും ദൈവത്തിൻ്റെ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുക. നമുക്കൊന്ന് പ്രാർത്ഥിക്കാൻ ഒരുങ്ങാം. ഈ 21-ാമത്തെ ദിവസം കേട്ട വചനത്തെ അടിസ്ഥാനപ്പെടുത്തി ഒന്ന് പ്രാർത്ഥിച്ച് ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കും. ഒഴുക്കിനെ നിർത്താൻ പറ്റും. പ്രതിസന്ധികളെ മാറ്റാൻ പറ്റും. ഇല്ലാത്തത് അവിടെ ഉണ്ടാകും. അടഞ്ഞ വഴികൾ തുറക്കപ്പെടും. ദൈവത്തിൻ്റെ ഇടപെടലുണ്ടാകും. പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം ഉണ്ടാകും. ഒരിക്കൽ കൂടി ആ വാക്യം, ജീവൻ്റെ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുവിൻ, അപ്പോൾ നിങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ലെന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. നമുക്കൊരു നിമിഷം പ്രാർത്ഥിക്കാം. കർത്താവേ, ഇന്ന് വചനം കേട്ട എല്ലാവരെയും അങ്ങ് അനുഗ്രഹിക്കണം.
ഈ വചനത്തിലൂടെ അവരുടെ ജീവിതത്തിലൊരു പുതിയ വഴികൾ തുറക്കണം. അവരുടെ ജീവിതത്തിൻ്റെ അന്തരീക്ഷം മാറണം. അവർക്ക് പുറകോട്ട് പോകണം എന്നല്ല, ജീവിതത്തിൽ വഴികൾ അടഞ്ഞ അവസ്ഥയുണ്ടാവും. മുന്നോട്ട് പോകണം. ചുമ്മാതല്ല, ദൈവത്തിൻ്റെ വചനമാകുന്ന വാഗ്ദാന പേടകമെടുത്ത് അത് ചുമ്മാ എടുത്താൽ പോരാ. ഫിലിപ്പി ലേഖനത്തിൽ പൗലോസ് പറഞ്ഞു, മുറുകെ പിടിക്കണം. അത് നിങ്ങളുടെ കുഞ്ഞുങ്ങളോടും പറയണം, വചനത്തെ മുറുകെ പിടിക്കാൻ. നിങ്ങൾ ജീവിത പങ്കാളിയോട് പറയണം, മുറുകെ പിടിക്കാൻ. നിങ്ങളുടെ പ്രിയപ്പെട്ടവരോട് പറയണം, ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുക, നിങ്ങൾക്ക് അനുഗ്രഹമാകും. പരിശുദ്ധാത്മാവ് ഈ കേട്ട വചനത്തിലൂടെ നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ട്, ഞങ്ങളുടെ കുടുംബത്തിൽ ഇടപെടുന്നുണ്ട്. തുടർന്നുള്ള ആരാധനയിലും ഈ വചനത്തെ മുൻനിർത്തി ചേർത്ത് പിടിച്ച് നമുക്ക് ഒരുമിച്ച് ആരാധിക്കാം, ഒരുമിച്ച് പ്രാർത്ഥിക്കാം. പ്രാർത്ഥനയോടെ, പ്രതീക്ഷയോടെ, നല്ല ധ്യാനാത്മകമായ ഒരു അന്തരീക്ഷത്തിൽ നിന്നുകൊണ്ട് തന്നെ ആരാധനയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. മനസ്സിലെ അൾത്താരയിൽ വാഴുമെൻ പ്രിയ സ്നേഹമേ, മനസ്സിലെ അൾത്താരയിൽ വാഴുമെൻ പ്രിയ സ്നേഹമേ, ഓരോ നിശ്വാസവും ഉതിരുമ്പോഴും ഓർമ്മിക്കും നിന്നെ ഞാൻ. ഓരോ നിശ്വാസവും ഉതിരുമ്പോഴും ഓർമ്മിക്കും നിന്നെ ഞാൻ. മനസ്സിലെ അൾത്താരയിൽ വാഴുമെൻ പ്രിയ സ്നേഹമേ, ആരാധനായൻ സ്നേഹമേ, ആരാധനായൻ പ്രാണനേ, ആരാധനായൻ സ്നേഹമേ, ആരാധനായൻ പ്രാണനേ. പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. നിത്യസ്തുതിക്ക് യോഗ്യനായ പരിശുദ്ധ പരമദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഞങ്ങൾക്ക് ദൈവസന്നിധിയിലായിരിക്കുവാൻ, പ്രാർത്ഥനയോടെ ആയിരിക്കുവാൻ ലഭിച്ച ഈ നല്ല സമയത്തെ ഓർത്ത് പരിശുദ്ധ പരമദിവ്യകാരുണ്യ ഈശോയ്ക്ക് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, ഈ 33 ദിവസത്തെ പ്രാർത്ഥനയുടെ 21ാമത്തെ ദിവസത്തെ ആരാധനയോട് ചേർന്നാണ് നാം ദൈവസന്നിധിയിൽ ഇപ്പോൾ ആയിരിക്കുക. നിങ്ങൾ സമർപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ നിയോഗങ്ങളും ആവശ്യങ്ങളും ഇപ്പോൾ ഈ ദിവ്യകാരുണ്യ ഈശോയുടെ സന്നിധിയിലേക്ക് കൊടുക്കുന്നു. നിങ്ങളും നിങ്ങളുടെ കുടുംബവും ഈ ദിവ്യകാരുണ്യ ഈശോയുടെ സാന്നിധ്യത്താൽ അനുഗ്രഹിക്കപ്പെടുന്നൊരു സമയമാണ്. ഇതാ ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ കൂടെയായിരിക്കുന്നു. ദൈവത്തിൻ്റെ സാന്നിധ്യം നിങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി മാറുന്നു. ഇന്നത്തെ ദൈവീകമായ ഇടപെടലുകൾ നമ്മൾ അനുഭവിക്കുവാൻ പോകുന്നു. നമുക്കെല്ലാവർക്കും നമ്മളായിരിക്കുന്ന സ്ഥലത്ത് ആയിരുന്നു കൊണ്ട് തന്നെ ദൈവത്തിൻ്റെ സന്നിധിയിൽ കരങ്ങൾ ഉയർത്താൻ സാധിക്കുമെങ്കിൽ ഉയർത്തിക്കൊണ്ട് ഈ നല്ലവനായ ദൈവത്തെ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ നമ്മൾ സ്തുതിക്കുവാനും ആരാധിക്കുവാനും പ്രാർത്ഥിക്കുവാനും പോവുകയാണ്. ദൈവത്തെ സ്തുതിക്കുന്നത് അത് ദൈവത്തിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു പ്രാർത്ഥനയാണ്. കാരണം എവിടെയെല്ലാം ദൈവസ്തുതിപ്പുകൾ ഉയർന്നിട്ടുണ്ടോ അവിടെയെല്ലാം ദൈവത്തിൻ്റെ
പ്രവൃത്തികൾ വെളിപ്പെട്ടിട്ടുണ്ട്. ദൈവ സാന്നിധ്യം ഇറങ്ങിയിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ നമ്മുടെ ജീവിതത്തെ കൊടുത്തുകൊണ്ട് നമുക്കെല്ലാവർക്കും ചേർന്ന് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങേ സ്തുതിക്കുന്നു, നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കുന്നു. ദൈവത്തിൻ്റെ അനുഗ്രഹമുണ്ടാകുവാൻ വേണ്ടി പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവേ, നിറയണമേ. ഈ ആരാധനയുടെ സമയങ്ങളിൽ ഞങ്ങളുടെ ജീവിതത്തിൽ ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, ഓരോ കുടുംബങ്ങളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ഓരോ വ്യക്തികളെയും അങ്ങ് ഏറ്റെടുക്കണമേ. ഞങ്ങൾ സമർപ്പിച്ച നിയോഗങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം ഇറങ്ങി വരണമേ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു. എല്ലാവരും സ്തുതിക്കുന്നു. കുടുംബം ഒന്നായി ദൈവത്തെ സ്തുതിക്കുന്നു, ദൈവത്തെ ആരാധിക്കുന്നു, ദൈവത്തെ മഹത്വപ്പെടുത്തുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ. യേശുവേ, നന്ദി പറയുന്നു, സ്തുതിക്കുന്നു, സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, നന്ദി പറയുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. സന്നിധി മതി എൻ യേശുവേ. ചേർന്ന് പാടാമോ? നിൻ സന്നിധി മതി എൻ യേശുവേ. നിൻ കൃപാവരം മതി ഇന്നെനിക്ക്. ചേർന്നൊരിക്കൽ കൂടി. നിൻ കൃപാവരം മതി ഇന്നെനിക്ക്. വിശ്വാസത്തോടെ പാടാം. നിൻ സന്നിധി മതി യേശുവേ, എൻ യേശുവേ. വിശ്വസിച്ചുകൊണ്ട് നിൻ കൃപാവരം മതി ഇന്നെനിക്ക്. പ്രിയപ്പെട്ടവരെ, ഈ ആരാധനയിലൂടെ നാം പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ എല്ലാ ആവശ്യങ്ങളെയും സമർപ്പിച്ചുകൊണ്ടാണ് പ്രാർത്ഥിക്കുന്നത്. ഈ ആരാധന നിങ്ങളുടെ ജീവിതത്തിൽ ഒരു വിടുതലായി മാറുന്ന, സൗഖ്യമായി മാറുന്ന, അനുഗ്രഹമായി മാറുന്ന ഒരു സമയമാണ്. നമ്മൾ ഇന്ന് ഈ 21-ാമത്തെ ദിവസം നമ്മൾ കേട്ട ദൈവവചനം ഫിലിപ്പി ലേഖനം 2-ാം അധ്യായം 16-ാമത്തെ വാക്യമാണ്. നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ, അപ്പോൾ നിങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വ്യർത്ഥമായിട്ടില്ല എന്ന് ക്രിസ്തുവിൻ്റെ ദിനത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കുവാൻ കഴിയും. ഈ പൗലോസ്ലീഹ ഓർമ്മപ്പെടുത്തുന്ന വാക്ക് ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം എന്നുള്ളതാണ്. പ്രിയപ്പെട്ടവരെ, എന്തെങ്കിലും വായിച്ചു, എന്തെങ്കിലും പ്രാർത്ഥിച്ചു, അങ്ങനെ കടന്നു പോകാനല്ല പറയുന്നത്. പകുതി വിശ്വാസത്തിലും പകുതി അവിശ്വാസത്തിലും തുടരുവാൻ വേണ്ടിയല്ല ഈ ആരാധനയിൽ പങ്കെടുക്കുന്നത്. ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുവാനാണ്. നമ്മൾ എന്തെല്ലാം കാര്യങ്ങളാണ് നഷ്ടപ്പെടരുത് എന്നാഗ്രഹിച്ച് മുറുകെ പിടിച്ചിട്ടുള്ളത്. മുറുകെ പിടിച്ചിട്ടും നമ്മുടെ കയ്യിൽ നിന്ന് പലതും നഷ്ടമായി, പലതും നമ്മുടെ കയ്യിൽ നിന്ന് പോയി. അതിൽ നമ്മൾ അതീവ ദുഃഖിതരാണ്. നഷ്ടപ്പെടരുതെന്നായിരുന്നു നമ്മുടെ ആഗ്രഹം. എന്നാൽ പൗലോസ്ലീഹ പറയുന്നു, ജീവിതത്തിൽ എന്നും നഷ്ടപ്പെടാതിരിക്കാൻ ആദ്യം നിങ്ങൾ മുറുകെ പിടിക്കേണ്ടത് ജീവൻ്റെ വചനത്തെയാണ്. അങ്ങനെയെങ്കിൽ നിങ്ങളൊരു നിമിഷം പ്രാർത്ഥിക്കുക. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഏത് പ്രതിസന്ധികളെയും അതിജീവിക്കുവാൻ നിങ്ങൾ ചെയ്യേണ്ടത് ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം. നമുക്കൊന്ന് ഏറ്റുചൊല്ലി ഒരുമിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ടവരെ, വചനം വായിക്കുന്നവരും വചനം പ്രാർത്ഥിക്കുന്നവരും ഒക്കെ കുറവാണ്. എന്തൊക്കെയോ പ്രാർത്ഥിക്കുന്നവരാണ്. വചനത്തെ മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കാൻ നമുക്കൊന്ന് ആഗ്രഹിക്കാം. നമുക്കൊന്ന് ഏറ്റുചൊല്ലി പ്രാർത്ഥിക്കാം.
കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, കർത്താവായ യേശുവേ, ഞങ്ങളെയും ഈ ആരാധനയിൽ ഭയഭക്തിയോടെ പങ്കെടുക്കുന്ന എല്ലാ കുടുംബത്തെയും എല്ലാ വ്യക്തികളെയും എല്ലാ ബാലികാ ബാലന്മാരെയും യുവതി യുവാക്കന്മാരെയും എല്ലാ അപ്പച്ചന്മാരെയും അമ്മമാരെയും പ്രായമായവരെയും എല്ലാവരെയും ദൈവകരങ്ങളിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കർത്താവേ, അങ്ങയുടെ വചനത്തെ മുറുകെ പിടിക്കുവാൻ കൃപ നൽകണമേ. ഞങ്ങളുടെ കുടുംബങ്ങളിൽ അങ്ങയുടെ വചനത്തെ മുറുകെ പിടിക്കുവാൻ അഭിഷേകം ചെയ്യണമേ. ദിവസവും വചനം വായിക്കുവാനും ആരാധിക്കുവാനും ആ വചനത്തെ വിശ്വാസത്തിൽ ഏറ്റെടുക്കുവാനും അഭിഷേകവും കൃപയും ഞങ്ങൾക്ക് നൽകണമേ. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. അപ്പോൾ നിങ്ങൾ ഓടിയതും അധ്വാനിച്ചതും വെറുതെ ആയില്ലെന്ന് ക്രിസ്തുവിന്റെ ദിനത്തിൽ നിങ്ങൾക്ക് അഭിമാനിക്കാം. ഹല്ലേലൂയ. ഈ വചനത്തെ ഞങ്ങൾ വിശ്വാസത്തോടെ ഏറ്റെടുക്കുന്നു. ജീവന്റെ വചനത്തെ ഞങ്ങൾ മുറുകെ പിടിക്കുന്നു. ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. ചേർന്ന് നമ്മൾ പാടി പ്രാർത്ഥിക്കുന്നു. വചനത്തിനഗ്നിയിൽ എരിക്കുകന്നേ, വചനത്തിന്റെ ജ്വാലയിൽ വചനത്തിൻ ജ്വാലയിൽ ഉരുക്കുകയെന്നേ. എല്ലാവരും ചേർന്നൊന്ന് പാടാമോ? വചനത്തിൻ അഗ്നിയിൽ എരിക്കുകന്നേ, വചനത്തിന്റെ ജ്വാല വചനത്തിൻ ജ്വാലയിൽ ഉരുക്കുകയെന്നേ. കർത്താവേ, വിശുദ്ധിതൻ മൂശയിൽ ഉരുവാക്കന്നേ. നാഥനനുയോജ്യമായി പുതുരൂപമായി അർത്ഥമറിഞ്ഞു ചേർന്ന് പാടാം. വിശുദ്ധിതൻ മൂശയിൽ ഉരുവാക്കന്നേ. നാഥനനുയോജ്യമായി പുതുരൂപമായി വചനത്തിൻ അഗ്നിയിൽ എരിക്കുകന്നേ. വചനത്തിന്റെ ജ്വാലയിൽ വചനത്തിൻ ജ്വാലയിൽ ഉരുക്കുകയെന്നേ. എല്ലാവരും ചേർന്നൊന്ന് പാടിയേ. വചനത്തിൻ അഗ്നിയിൽ എരിക്കുകന്നേ. വചനത്തിന്റെ ജ്വാലയിൽ വചനത്തിൻ ജ്വാലയിൽ ഉരുക്കുകയെന്നേ. ഒരിക്കൽ കൂടി ഒന്ന് പറഞ്ഞേ. വചനത്തിൻ അഗ്നിയിൽ എരിക്കുകന്നേ. വചനത്തിൻ ജ്വാലയിൽ ഉരുകുകയെന്നേ. ഈ വചനത്തിൻ്റെ ശക്തിയും ജ്വാലയും അതൊത്തിരി പ്രാധാന്യമുള്ള ഒന്നാണ്. ജോഷുവയുടെ പുസ്തകം, ജോഷുവ ജനത്തോട്, ഇസ്രായേൽ ജനത്തോട് പറഞ്ഞു, നിങ്ങൾ ജെറീക്കോയിലേക്ക് പോവുക. അങ്ങനെ ജോർദാൻ നദി കടക്കേണ്ട ഒരു സാഹചര്യം വന്നപ്പോൾ, ജോർദാൻ നദി കടക്കേണ്ട സാഹചര്യത്തിലേക്ക് ചെല്ലേണ്ടി വന്നപ്പോൾ അവർക്ക് അവിടെ താമസിക്കേണ്ടി വന്നു. മുന്നോട്ട് പോകാൻ ഒരു വഴിയുമില്ലാതെയായി. അവരുടെ സാഹചര്യങ്ങളെല്ലാം ഒരു പ്രത്യേക രീതിയിൽ പ്രതിസന്ധിയിലായി. അപ്പോൾ ജോഷുവ പറഞ്ഞൊരു വാക്കുണ്ട്, വാഗ്ദാന പേടകം എടുത്ത പുരോഹിതന്മാർ വരട്ടെ. ഏതെങ്കിലും പുരോഹിതന്മാരോട് വരാനല്ല, വാഗ്ദാന പേടകം എടുത്ത പുരോഹിതന്മാർ. എന്താണ് വാഗ്ദാന പേടകം? നമ്മുടെ കൈകളിലിരിക്കുന്ന ദൈവത്തിൻ്റെ വചനമാണ് ഇന്ന് നമ്മുടെ കയ്യിലിരിക്കുന്ന ദൈവത്തിൻ്റെ വാഗ്ദാന വചനങ്ങൾ. അത് വാഗ്ദാന പേടകമാണ്. അത് കൈകളിൽ പ്രതിസന്ധികളുടെ സമയത്ത് മാത്രമല്ല, ജീവിതത്തിൻ്റെ ഏതു സാഹചര്യത്തിലും ഏതവസ്ഥയിലും മുന്നോട്ട് പോകാൻ ഒരു വഴിയില്ലാതിരിക്കുമ്പോൾ കൈകളിൽ എടുക്കേണ്ടത് ദൈവത്തിൻ്റെ വചനമാണ്. അതാ പൗലോസ്ലീഹ പറഞ്ഞത്, നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ ഇല്ലാത്തടത്ത്, വഴിയില്ലാത്തടത്ത് ദൈവം വഴി ഒരുക്കും. വഴി തുറക്കാത്തടത്ത് ദൈവം വഴി തുറക്കും. അങ്ങനെങ്കിൽ
ദൈവവചനം ആരാധനയിലൂടെ എല്ലാം കേട്ടുകൊണ്ടിരിക്കുന്ന പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ എവിടെയെങ്കിലും പ്രതിസന്ധിയിലാണോ? നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴികൾ അടഞ്ഞിരിക്കുകയാണോ? എങ്ങനെ മുന്നോട്ട് നീങ്ങണം എന്നതിനെക്കുറിച്ച് നിങ്ങൾ ആകുലപ്പെട്ടിരിക്കുകയാണോ? ഇപ്പോൾ ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നിങ്ങളുടെ നിയോഗത്തെ സമർപ്പിക്കുന്നു. ദൈവത്തിൻ്റെ വചനത്തെ, ആ വാഗ്ദത്ത വചനങ്ങളെ മുറുകെ പിടിക്കുക. എന്നിട്ട് വചനം പറയുന്ന കാര്യമുണ്ട്. വാഗ്ദാന പേടകമെടുത്ത പുരോഹിതന്മാർ അവരുടെ ഉള്ളങ്കാൽ ആ ജോർദാൻ്റെ വെള്ളത്തിൽ തൊട്ട മാത്രയിൽ ജോർദാൻ്റെ ആ ഒഴുകിയ വെള്ളം, ആ കുത്തൊഴുകിക്കൊണ്ടിരുന്ന, കരകവിഞ്ഞൊഴുകിക്കൊണ്ടിരുന്ന വെള്ളം അവിടെ ഒരു വരയിട്ടതുപോലെ, ഒരു മതിൽ കെട്ടി നിർത്തിയതുപോലെ അവിടെ നിന്നു. താഴ്ഭാഗത്തുണ്ടായിരുന്ന വെള്ളം വാർന്നു പോവുകയും ബാക്കി ഒഴുകി വന്ന വെള്ളം ഒരു ചിറ പോലെ അവിടെ ഉയർന്നു നിന്ന് ഇല്ലാത്തിടത്തൊരു വഴി ദൈവം ഉണ്ടാക്കി. അതിന് ദൈവം ആ ഒരു പ്രതിസന്ധിയെ അതിജീവിക്കാൻ എടുക്കാൻ പറഞ്ഞത് ദൈവത്തിൻ്റെ വാഗ്ദാന പേടകമാണ്. എന്നാൽ ഇന്ന് പരിശുദ്ധാത്മാവ് നിങ്ങളോട് പറയുന്നു, നിങ്ങളുടെ ജീവിതത്തിൻ്റെ വഴിയടഞ്ഞ സാഹചര്യങ്ങളിൽ, അസ്വസ്ഥത അനുഭവിക്കുന്ന മേഖലകളിൽ എന്തു ചെയ്യണം, എങ്ങോട്ട് തിരിയണം, ഏത് വഴി തിരഞ്ഞെടുക്കണം എന്നതിനെക്കുറിച്ച് ചിന്തിക്കുന്ന നിങ്ങൾ ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിക്കണം. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി ദൈവത്തിൻ്റെ വചനത്തെ, പൗലോസ്ലീഹ പറഞ്ഞില്ലേ, നിങ്ങൾ ജീവൻ്റെ വചനത്തെ വെറുതെ പിടിച്ചാൽ പോരാ, ലാഘവ ബുദ്ധിയോടെ എടുത്താൽ പോരാ, അത് നഷ്ടപ്പെടാത്ത രീതിയിൽ മുറുകെ പിടിക്കണം. നിങ്ങൾക്കറിയുമോ, ദൈവവചനത്തെ മുറുകെ പിടിച്ചവരുടെ ആരുടെയും ജീവിതം നഷ്ടമായിട്ടില്ല. ദൈവവചനത്തെ മുറുകെ പിടിച്ച കുടുംബങ്ങൾ നഷ്ടമായിട്ടില്ല. അവരുടെ ജീവിതത്തിൽ നഷ്ടങ്ങളുണ്ടാകാതെ ദൈവം പരിപാലിക്കും. ദൈവത്തിൻ്റെ വചനത്തെ മുറുകെ പിടിച്ച് ഒരിക്കൽ കൂടി കരങ്ങളെ അല്പം ഉയർത്തി നമുക്കെല്ലാവർക്കും ആ നല്ല ദൈവത്തെ ഒന്ന് സ്തുതിച്ച് പ്രാർത്ഥിക്കാം. ഹല്ലേലൂയ. കർത്താവേ, ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു. ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവാൻ, ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവാൻ, പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം ലഭിക്കുവാൻ ഞങ്ങളെ ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, ഞങ്ങളിൽ നിറയണമേ. പരിശുദ്ധാത്മാവേ, അഭിഷേകം ചെയ്യണമേ. ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവാൻ കൃപയും അനുഗ്രഹവും അഭിഷേകവും ഞങ്ങൾക്ക് തരണമേ. പരിശുദ്ധാത്മാവിന്റെ ഇടപെടൽ ഉണ്ടാകണമേ. ഈ ആരാധനയുടെ സ്വരം മുഴങ്ങുന്ന സമയങ്ങളിൽ ഞങ്ങളിലും ഞങ്ങളുടെ കുടുംബങ്ങളിലും ദൈവത്തിൻ്റെ ഇടപെടലും അനുഭവവും അനുഗ്രഹവും നൽകണമേ. ഞങ്ങളെല്ലാവരും പ്രാർത്ഥിക്കുന്നു. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. നിറവാലൻ അറ നിറയ്ക്കൂ, വചനത്തിൻ വെളിവാലൻ ഇരുളകറ്റൂ. ചേർന്ന് പാടാമോ? വചനത്തിൻ നിറവാലൻ അറ നിറയ്ക്കൂ, വചനത്തിൻ വെളിവാലൻ ഇരുളകറ്റൂ. വചനത്തിൻ നിറവാലൻ അറ നിറയ്ക്കൂ, വചനത്തിൻ വെളിവാലൻ ഇരുളകറ്റൂ. വചനത്തിൻ്റെ അഗ്നിയിൽ, വചനത്തിൻ അഗ്നിയിൽ എരിക്കുകെന്നെ, വചനത്തിൻ ജ്വാലയിൽ ഉരുക്കുകയെന്നെ. എല്ലാവരും ചേർന്ന് പാടി. വചനത്തിൻ അഗ്നിയിൽ എരിക്കുകെന്നെ, വചനത്തിൻ ജ്വാലയിൽ ഉരുക്കുകയെന്നെ. വിശുദ്ധിതൻ മോശെ, വിശുദ്ധിതൻ മോശയിൽ ഉരുവാക്കന്നെ, നാഥനനുയോജ്യമായി പുതുരൂപമായി, നാഥനനുയോജ്യമായി പുതുരൂപമായി. പ്രിയപ്പെട്ടവരെ, ഇനിയുള്ള സമയത്ത് നിങ്ങളുടെ നിയോഗത്തെ എല്ലാം ഈ ദിവ്യകാരുണ്യത്തിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. എന്നീ ആരാധനയിൽ പങ്കെടുക്കുന്ന രോഗികളായിട്ടുള്ളവരുണ്ട്, കടുത്ത മാനസിക സംഘർഷത്തിൽ കഴിയുന്നവരുണ്ട്, കുടുംബ പ്രശ്നങ്ങളിലൂടെ വലയുന്നവരുണ്ട്, സമാധാനമില്ലാതെ വിഷമിക്കുന്നവരുണ്ട്.
പല കാര്യങ്ങൾക്ക് വേണ്ടി നാളുകളായി പ്രാർത്ഥിച്ചിട്ട് ഉത്തരം ലഭിക്കാത്ത വിഷയങ്ങളിൽ വേദനിക്കുന്നവരുണ്ട്. ഒരിക്കൽ കൂടി ദിവ്യകാരുണ്യത്തിലേക്ക് നിങ്ങൾ സമർപ്പിക്കുക. ദൈവത്തിൻ്റെ ജീവനുള്ള സാന്നിധ്യം നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയങ്ങളിൽ വെളിപ്പെടും. യേശു പറഞ്ഞു, ഞാൻ വന്നത് ജീവൻ ഉണ്ടാകാനാണ്, അത് സമൃദ്ധമായി നിങ്ങളിൽ ഉണ്ടാകാനാണ്. ജീവൻ ഉണ്ടാകും, അത് സമൃദ്ധിയായ അളവിൽ നിങ്ങളിൽ ഉണ്ടാകും. ഈ ആരാധനയിൽ പങ്കെടുക്കുന്ന ഓരോ വ്യക്തികളും വിശ്വാസത്തോടും ഭക്തിയോടും ആരാധനാ മനോഭാവത്തോടും കൂടെ പ്രാർത്ഥിക്കുക. ജീവൻ്റെ സമൃദ്ധി, ജീവൻ്റെ ഒരു അനുഭവം നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങളിൽ ഉണ്ടാകട്ടെ. യേശു പറഞ്ഞത് അങ്ങനെ തന്നെയാണ്. ജീവൻ ഉണ്ടാകുവാനും നിങ്ങളുടെ കുടുംബങ്ങളിൽ ദോഷമുണ്ടാകാനെന്നല്ല, ജീവൻ ഉണ്ടാകാനും. ആ ജീവൻ ഏതളവിൽ വരെ എന്ന് എഴുതിയിട്ടുണ്ട്, അത് സമൃദ്ധമായി നിങ്ങളിൽ, ആ വാക്കിൽ തന്നെയുണ്ട് ഒരു സമൃദ്ധി, സമൃദ്ധമായ ജീവൻ നിങ്ങളിൽ ഉണ്ടാകാനുമാണ്. അങ്ങനെയെങ്കിൽ പ്രാർത്ഥിക്കുക. ഇന്ന് ഈ 21-ാമത്തെ ദിവസം നിങ്ങളുടെ ജീവിതത്തിൽ ദൈവത്തിൻ്റെ ഇടപെടലുന്ന അനുഭവം ഉണ്ടാകട്ടെ. ദൈവം പ്രാർത്ഥന കേൾക്കുന്ന ചില അനുഭവങ്ങൾ ഉണ്ടാകട്ടെ. നിങ്ങളുടെ പ്രശ്നങ്ങളെ പരിഹരിക്കുന്ന ദൈവം നിങ്ങളുടെ കൂടെയുണ്ട്. ഏതു സമയത്താണോ നിങ്ങൾ ഈ വചനം ആരാധന ശ്രദ്ധിക്കുന്നത്, അത് ദൈവത്തിൻ്റെ അനുഗ്രഹത്തിന് കാരണമാകുന്നൊരു സമയമാണ്. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ വെളിപ്പെടുന്നൊരു സമയമാണ്. നിങ്ങളുടെ കുടുംബത്തിലുള്ള എല്ലാ സാഹചര്യങ്ങളെയും സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. കേവലം ഒരു ആരാധന മാത്രമല്ല ഇത്, ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അനുഭവിക്കുന്ന സമയം കൂടിയാണ്. എവിടെയെല്ലാം ആരാധനയുടെ സ്വരം ഉയർന്നിട്ടുണ്ടോ അവിടെല്ലാം ദൈവപ്രവൃത്തികളുടെ ഒരു വലിയ സംഭവവും നടന്നിട്ടുണ്ട്. അങ്ങനെയെങ്കിൽ ഒരിക്കൽ കൂടി നമുക്ക് ഒന്ന് കരങ്ങളെ, നമ്മുടെ നിയോഗങ്ങൾ, രോഗങ്ങൾ, സങ്കടങ്ങൾ, പ്രയാസങ്ങൾ, ഒറ്റപ്പെടുന്ന അവസ്ഥകൾ, ശൂന്യമായ മനസ്സ്, തകർന്ന ശരീരം, വീണുപോയ അവസ്ഥകൾ, പാപത്തിൻ്റെ പടുകുഴിയിൽ ചെന്നുപോയ അവസ്ഥകൾ, എല്ലാവരാലും തെറ്റിദ്ധരിക്കപ്പെട്ടു പോയ അവസ്ഥ, എത്ര കഷ്ടപ്പെട്ടിട്ടും പുറത്തു കിടക്കാൻ പറ്റാത്ത വിധത്തിൽ തളർന്നു പോയ ആളുകൾ, നല്ലൊരു വീടില്ലാതെ വിഷമിക്കുന്നവർ, ഒരുപാട് കടം ബാങ്കിലും വായ്പയെടുത്തും പലിശക്കെടുത്തും വിഷമിക്കുന്ന ആളുകൾ, മദ്യത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും അടിമപ്പെട്ട് ജീവിതം താറുമാറായി പോയവർ, കുടുംബ ജീവിതത്തിൽ അതുമായി ബന്ധപ്പെട്ട് തകർച്ചകൾ ഉണ്ടായിട്ടുള്ളവർ, അനുഭവിക്കുന്നവർ, പലതരത്തിലും മാനസിക വിഷമങ്ങളാൽ കൊണ്ട് ഉറക്കം നഷ്ടപ്പെട്ടവർ, മരുന്ന് കഴിച്ചിട്ട് പോലും ഉറങ്ങേണ്ട അവസ്ഥയുള്ളവർ, അങ്ങനെ ഒരുപാട് വിഷയങ്ങളിൽ പ്രാർത്ഥിക്കുന്നവർ ഈ ആരാധനയിലുണ്ട്. എവിടെയെല്ലാം ഇരുന്ന് ഈ ആരാധനയിൽ പങ്കെടുക്കുന്നു, നിങ്ങൾ ജീവൻ്റെ വചനത്തെ മുറുകെ പിടിച്ചു, ഒന്നും നഷ്ടമാകത്തില്ല. ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുന്നതനുസരിച്ച് ദൈവവും നിങ്ങളെയും ചേർത്ത് പിടിക്കും. ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ നിങ്ങളുടെ ഭാവി നഷ്ടപ്പെട്ടു പോകാതെ ദൈവം മുറുകെ പിടിക്കും. നിങ്ങളുടെ സാമ്പത്തികമാകട്ടെ, ആരോഗ്യമാകട്ടെ, നിങ്ങൾ ഒരു വശത്ത് ജീവൻ്റെ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ മറുവശത്ത് നിങ്ങളെ ചേർത്ത് പിടിക്കുന്ന ദൈവത്തിൻ്റെ ബലമുള്ള കരമുണ്ട്. അത് അനുഭവിക്കാൻ കഴിയുന്ന ഒരു ആത്മീയ യാഥാർത്ഥ്യമാണ്. നമുക്ക് കരങ്ങളെ ഉയർത്തി ഒരിക്കൽ കൂടി സ്തുതിച്ച് പ്രാർത്ഥിച്ച്, ദൈവമേ, ആരാധനയെ ഞങ്ങളെ തന്നെ സമർപ്പിക്കുന്നുവെന്ന് പറയാം, ഞങ്ങളെ തന്നെ ഏൽപ്പിക്കുന്നുവെന്ന് പറയാം. ദൈവകരങ്ങളിലേക്ക് കൊടുത്ത് പ്രാർത്ഥിക്കാം. എല്ലാ വിഷയങ്ങളെയും ഏൽപ്പിക്കാം. ദൈവത്തിൻ്റെ വചനം ഒരു അനുഗ്രഹമായി മാറുവാൻ പ്രാർത്ഥിക്കാം. പരിശുദ്ധാത്മാവിൻ്റെ ഇടപെടലിനായി പ്രാർത്ഥിക്കാം. കൃപകൾ ലഭിക്കുവാൻ പ്രാർത്ഥിക്കാം. അത്ഭുതങ്ങൾ നടക്കുവാൻ പ്രാർത്ഥിക്കാം. രോഗസൗഖ്യങ്ങൾ സംഭവിക്കുവാൻ പ്രാർത്ഥിക്കാം. അത്ഭുത വിടുതലുകൾ സംഭവിക്കുവാൻ പ്രാർത്ഥിക്കാം. ദൈവത്തിൻ്റെ ഇടപെടൽ സംഭവിക്കുവാൻ പ്രാർത്ഥിക്കാം. നിങ്ങൾ ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുവിൻ. വേറൊന്നും മുറുകെ പിടിക്കാനല്ല പറഞ്ഞത്, ജീവന്റെ വചനത്തെ മുറുകെ പിടിക്കുന്നവരുടെ ജീവിതത്തെ ദൈവവും ചേർത്ത് പിടിക്കും. ദൈവവും മുറുകെ പിടിക്കും. അവരുടെ കഴിവിനെയും ബുദ്ധിയെയും സ്വപ്നങ്ങളെയും ദൈവം ചേർത്ത് പിടിക്കും. പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കട്ടെ. ഹല്ലേലൂയ, 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 ഹല്ലേലൂയ. പരിശുദ്ധ ശരീരത്താലും വിലയേറിയ രക്തത്താലും പാപത്തിൻ കറകളിൽ നിന്നും മർത്യനെ
നിത്യനു നീ മോചനമേകി. സകലേശ ദിവ്യ കടാക്ഷം തൂകണമേ വത്സലസുതരിൽ. നിർമ്മലരായി ജീവിച്ചിടുവാൻ ചിന്തണമേ ദിവ്യവരങ്ങൾ. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ, എന്നുമെന്നും അങ്ങേക്കാരാധന. ഇന്നത്തെ പ്രവൃത്തി. ജോഷുവയുടെ പുസ്തകം 3-ാം അധ്യായം 1 മുതൽ 17 വരെയുള്ള വാക്യങ്ങൾ വായിച്ച് നിങ്ങളുടെ നിയോഗങ്ങൾ സമർപ്പിച്ച് പ്രാർത്ഥിക്കുക. ജോഷുവ 3:1 മുതൽ 17 വരെ. വിമലപാതയിലെ എപ്പിസോഡുകൾ വീണ്ടും കാണുന്നതിനും ശാലോം ടിവിയിലെ മറ്റു പ്രോഗ്രാമുകൾ ലഭിക്കുന്നതിനും ശാലോം ടിവി യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വേദനിക്കുന്നവർക്ക് ആശ്വാസമേകാൻ, തകർന്നവർക്ക് പ്രതീക്ഷയേകാൻ സുവിശേഷ പ്രവർത്തനത്തിൽ പങ്കാളിയാകുവിൻ. ഈ വീഡിയോ നിങ്ങളുടെ പ്രിയപ്പെട്ടവർക്ക് ഷെയർ ചെയ്യുക.